ഞാൻ പറയാൻ വന്ന ടോപ്പിക് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ തവണ സ്കൂൾ വെക്കേഷന് യൂണിഫോം മകന്റെ തയ്പ്പിക്കാനായിട്ട് ഒരു തയ്യൽ കടയിൽ പോയി. അപ്പൊ തയ്യൽ കടയിൽ ചെന്നപ്പോൾ അവിടെ നല്ല തിരക്കുണ്ട്. അപ്പൊ എന്താ സംഗതി എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഈ സ്കൂള് തുറപ്പുമായി ബന്ധപ്പെട്ട് കുറെ യൂണിഫോം തയ്ക്കാൻ വരുന്നുണ്ട്. ഇതിന്റെ ഒരു സീസൺ കഴിഞ്ഞാൽ പിന്നെ ഈ തയ്യൽ കടയിൽ കൊണ്ടുവന്ന് തുണി കൊടുത്ത് തയ്പ്പിക്കുന്ന ആണുങ്ങളുടെ എണ്ണം വളരെ ഗണ്യമായി കുറഞ്ഞു. ഒരു കാലത്ത് ഈ തയ്യക്കടയിൽ, അപ്പൊ ഈ തയ്യക്കടയിൽ ഈ മോന്റെ ഷർട്ട് കൊടുത്തപ്പോ തന്നെ തീരുമ്പോ വിളിക്കാം എന്ന് പറഞ്ഞാണ് എന്നെ വിട്ടത്. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഒന്നുകൂടി പോകാൻ പോയപ്പോ വൈഫും ഇവനും ചോദിച്ചു എന്നോട്, വിളിക്കാമെന്നല്ലയോ വാപ്പിയെ പറഞ്ഞവൻ എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാ ഇവരുടെ ഒരു പ്രധാന ശീലം നമ്മൾ ചെല്ലുമ്പോഴായിരിക്കും ഇവര് പറയുന്നത് ബട്ടൺ സോളൂടെ ഒന്ന് വരിയാനുണ്ട്. അല്ല ഇപ്പോഴും അങ്ങനെയല്ലേ, അത് മാറിയിട്ടില്ല. നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ മാറിയിട്ടില്ല. അപ്പം സംഗതി എന്താ, അവിടെ ചെല്ലുമ്പോ ബട്ടൺ ഹോൾ ഒന്ന് വരിയാനുണ്ടെന്ന് പറയും. യഥാർത്ഥത്തിൽ ബട്ടൺ ഹോൾ അല്ല വരിയാനുള്ളത്, പകുതി ഷർട്ട് തന്നെ തയ്ക്കാനുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ചെന്നപ്പോ പറഞ്ഞില്ല ഒരു ഇച്ചിരി വർക്ക് കൂടെ ബാക്കിയുണ്ട്. അപ്പൊ ഞാൻ ഒന്നുകൂടെ ചെന്നു. ഒന്നും കൂടി ചെന്നപ്പം വീണ്ടും പറഞ്ഞൊരു 2 മണിക്കൂർ കഴിഞ്ഞ് അങ്ങ് തരാമെന്ന്. ഞാനൊരു 4 മണിക്കൂർ കഴിഞ്ഞ് ചെന്നപ്പോ അയ്യോ പിന്നെ ഒരു പെട്ടെന്നൊരു വർക്ക് വന്നെന്നും പറഞ്ഞ് അതെടുത്തിട്ട് വീണ്ടും ബട്ടൺ ഹോളോ ബട്ടൺസ് പിടിപ്പിച്ച് ഈ പറയുന്ന പോലെ തേച്ച് എനിക്ക് തന്നു. അപ്പൊ ഞാനിങ്ങനെ പണ്ട് ഓർത്തത് ഈ തയ്യൽ കടയുമായി നമ്മുടെ ഒരു കാലഘട്ടത്തിനും ഒരു പ്രായത്തിലും ഉള്ളവർക്ക് നമ്മുടെ ബന്ധമുണ്ടായിരുന്നു. അതായത് ഈ നമ്മുടെ ആണാണ്, അതായത് പിന്നെ അല്ല അത് മാത്രമല്ല, അതിനെ കുറച്ചുകൂടെ ഒരു ഭംഗിയാക്കി പറഞ്ഞാൽ ഈ നമ്മളെ പീഡിപ്പിച്ചവരുടെ കൂട്ടത്തിൽ പ്രധാനമായി ഉണ്ടായിരുന്ന 2 വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. ഒന്ന് ഈ മുടി വെട്ടുന്നവരും, 2 തയ്യക്കടക്കാരും. എന്താ വെച്ചാൽ നമ്മൾ ഈ വീട്ടിലെ വാപ്പയോ ഒക്കെ കൊണ്ടുപോയി അളവെടുക്കുന്നതിന്റെ കൂടെ അതിന്റെ ഇറക്കം ഇത്തിരി കുറയ്ക്കണമെന്നോ ലൂസ് ഇത്തിരി കുറയ്ക്കണമെന്നോ ഒക്കെ പറഞ്ഞ് ചെന്നാലേ അവരുടെ ഗമയൊന്ന് കാണുമായിരുന്നു. ഞാൻ ഈ അളവെടുത്ത് കഴിഞ്ഞ് പിന്നെ വാപ്പ അറിയാതെ ചെല്ലും. ചെന്നിട്ട് പറയും ഇങ്ങനെ മുട്ടിന് താഴോട്ട് ഒത്തിരി വേണ്ട, ഇല്ല പോ, ഒക്കെ അളവൊക്കെ എടുത്തിട്ടുണ്ട് നേരത്തെ, ഇവിടെ ഒന്നും നടക്കത്തില്ല. സത്യം പറഞ്ഞാലേ പറയാവോന്ന് എനിക്ക് അറിഞ്ഞൂടാ, എങ്കിലും ഞാൻ പറയുക, ഈ ആർക്കും വേണ്ടാത്ത ഒരു ജീവിതമായിട്ട് കഴിഞ്ഞങ്ങ് പോയവരാ ഇപ്പൊ ഈ 50 വയസ്സിലൊക്കെ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ചെറുപ്പത്തിലും ഇപ്പോഴത്തെ പിള്ളേർക്ക് കിട്ടുന്നതിന്റെ പിന്നെന്താ പറയുക 10-1 പരിഗണന പോലും കിട്ടിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഓച്ചിറ ക്ഷേത്രഭരണ സമിതിയുടെ ഭാരവാഹിയൊക്കെ ആയിട്ടുള്ള നമ്മുടെ വിനോദുമായിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചപ്പോ ഇതേ സംഗതികൾ ഞങ്ങളിങ്ങനെ ഇരുന്ന് പറഞ്ഞു. ഈ പിന്നെ അടിയെന്ന് പറഞ്ഞാൽ അന്യായ അടി, പിന്നെ ഈ പറയുന്ന പോലെ ഇത് ഈ അന്യായ പണി, തുണി തയ്ക്കലോ മറ്റേതോ വല്ലോ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ പറയത്തില്ലേ എന്താ പറയുക, കോളനി വാഴ്ചയിൽ കഴിയുന്ന ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ വൻ കോളനി സാമ്രാജ്യത്വത്തിന്റെ ഭീഷണിയിൽ കഴിഞ്ഞു പോയ ചെറിയ രാജ്യങ്ങളായിട്ട്. ചെറിയ സാമ്രാജ്യത്വമല്ല, സാമ്രാജ്യത്തിന്റെ വിസ്തീർണം വളരെ വലുതാണ്. അവിടെ ഇവിടെ പൊട്ടിത്തെറിച്ച കുറെ സൈന്യാധിപന്മാരും ഉണ്ടാവും, ഇവരും കണ്ടുപിടിച്ചുകൊണ്ട് കൊടുക്കും. ഈ മുടി വെട്ടുന്ന ആളുകൾ പോലും ഇവിടെ അവർക്ക് വാപ്പ അങ്ങനെ പറഞ്ഞാൽ പോലും നമുക്കൊരു മര്യാദയ്ക്ക് വെട്ടി തന്നാൽ അവർക്ക് എന്താ കുഴപ്പം? അവർ വെട്ടിത്തരത്തില്ലെന്ന് മാത്രമല്ല, ഞാനന്നേരം ഇന്നലെ അത് വിനോദോട് ചോദിച്ചു, എന്തായിരിക്കും അന്നേരം അവരുടെ മനസ്സിൽ തോന്നുന്നത്? യവനെ ഇട്ടടങ്ങിയാറാക്കണമെന്നാണോ, അതോ യവനെ കൈകാര്യം ചെയ്യണമെന്നാണോ, അതോ ഇങ്ങനെയൊക്കെ മതിയെന്നാണോ? അല്ല, അതവര് മറ്റേ പറഞ്ഞു കൊടുക്കുന്ന ആളോടുള്ള ഒരു ബഹുമാനവും, പുള്ളിയാണല്ലോ കാശ് കൊടുക്കുന്ന ഉടയനോടുള്ള ഒരു അനുകമ്പ, അല്ലെങ്കിൽ അതൊരു വിധേയത്വം, അത് മാത്രമൊന്നും ആയിരിക്കത്തില്ല. അവർ ഉള്ളിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോ ഉണ്ടാവാം. ഈ പറഞ്ഞ പോലെ മൊത്തത്തിൽ ഈ പറയുന്നത് വീട്ടിൽ നിന്ന് പറയുന്ന പറ്റ വെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ പറ്റ വെട്ടിയിട്ട് പുള്ളി ആനന്ദിച്ചളെ ഇപ്പൊ പറയുകയും ചെയ്യും. അതെ, ഞാൻ നന്നായിട്ട് അങ്ങ് വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഈ പറയുന്ന അളവിനെടുത്ത് തയ്ക്കുന്നതൊക്കെ മാറ്റി എല്ലാരും നല്ലൊരു ശതമാനം ആളുകളും റെഡിമെയ്ഡിലേക്ക് നീങ്ങുമ്പോൾ ഒരു പ്രശ്നം എന്താ അറിയോ, നമ്മുടെ മനുഷ്യ ശരീരം പ്രൊപ്പോർഷനേറ്റ് അല്ല. ചിലപ്പോ ഇച്ചിരി കൈ നീളം കാണും, വയറ് ചിലപ്പോ അല്പം ചാടും. അപ്പൊ ഈ 34, 38, 40, 42 എന്നൊക്കെ പറഞ്ഞിടുമ്പോ ഈ കൈ നീലവാന പറവകളെ പോലെ വയറ് ബെൽറ്റ് മത്തായിയുടെ കൂട്ടൊക്കെ അഗ്നിപർവ്വതം പോലെ നിൽക്കുന്ന. അപ്പൊ ഇന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ തയ്യൽ കടയുമായി ബന്ധപ്പെട്ട തയ്യൽക്കട ആയിക്കോട്ടെ, മുടിവെട്ടത്തായിരിക്കും, അങ്ങനെ ഒരു സ്വാതന്ത്ര്യമില്ലായ്മയെ കുറിച്ച് പറയാം. ഈ സ്വാതന്ത്ര്യമില്ലായ്മയെ കുറിച്ച് പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ തയ്യക്കടയിലും മുടിവെട്ടുന്നിടത്തും കളഞ്ഞ കണ്ണീര്, ഒഴുക്കിയ കണ്ണീര്
അല്ല, ഇതിൽ ഏറ്റവും വലിയ ഒരു വിറ്റെന്ന് പറഞ്ഞാല് നമുക്ക് ഈ ആണ്ടിലൊരിക്കലായിരിക്കാം ഒരു നല്ല തുണി വാങ്ങി കിട്ടുന്നത്. അപ്പൊ അത് തിരുവോണത്തിന്റെ അന്ന് തന്നെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വേഗത്തിൽ കിട്ടിയിട്ട് അത് ഉടുക്കണമെന്നുള്ള ആഗ്രഹത്തോടെ നിൽക്കുക. തിരുവോണത്തിന്റെ അന്ന് ഉച്ചയ്ക്ക് എല്ലാവരും ഊണ് കഴിക്കാൻ നിൽക്കുമ്പോഴും നമ്മൾ ഇറച്ചിക്കടയുടെ വാതിൽക്കൽ നാളെ നിൽക്കുന്നവർ നിൽക്കുകയാണ്. ഇല്ല, അതൊന്ന് തയ്ച്ച് കിട്ടാൻ ചോദിക്കാൻ പറ്റത്തില്ല. ചോദിച്ചാൽ പുള്ളി ശുഭിതനായിട്ട് ചിലപ്പോൾ എടുത്ത് ഓടിച്ചു കളയും. അപ്പൊ അതുകൊണ്ട് എവിടെങ്കിലും കൊണ്ട് തയ്ക്കെന്നും പറഞ്ഞ് എറിഞ്ഞു കളയും. പിന്നെ അത് മാത്രമോ, ഇത് പാവാടയുടെ കൂട്ട് തയ്ക്കുമ്പോഴേ നമ്മുടെ ചേർത്തലയൊക്കെയുള്ള ആളുകളുടെ കൂട്ട്, ഈ ചേർത്തലയിൽ ഒരു കാലത്ത് വ്യാപകമായി മന്ദരോഗം ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടളവുള്ള ചെരുപ്പ് പോലെ എന്റെ ഈ നിക്കറിന്റെ രണ്ട് കാല് രണ്ട് രൂപത്തിലൊക്കെ വന്നിട്ടുണ്ട്. ചിലത് ഇച്ചിരി വലുതും ചിലത് ഇച്ചിരി ചെറുതും. അപ്പൊ നമ്മളവിടെ കൊണ്ടുവന്നിട്ട് അണ്ണാ ഇതിന്റെ വീതി ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടു അതൊന്നും കുഴപ്പമൊന്നുമില്ല, അത് രണ്ടും ഇട്ടോണ്ടില്ല. അന്നേരം എനിക്കിപ്പോ ഇല്ല തിളക്കം എന്ന് പറയുന്ന സിനിമ ഉണ്ട്. ആ സിനിമയ്ക്കകത്ത് ഈ ഹരിശ്രീ അശോകനിലെ പാന്റ് തയ്ച്ച് കാല് മാറിപ്പോയി. അപ്പൊ ചേർന്നങ്ങ് നടന്നാ മതി എന്ന് പറയത്തില്ല, അതുപോലെ ചേർന്നങ്ങ് നടന്നാ മതി എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരു സംഗതി പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതെ അതെ, തീർച്ചയായും. നമുക്കൊരു പാസഞ്ചർ എത്തിയിട്ടുണ്ടായിരുന്നു, നോക്കട്ടെ. ഹലോ, ഹലോ, പറയൂ. കട്ടായി പോയി. അല്ല, ഉണ്ട്, വരും. ഓക്കെ. അപ്പൊ ഇങ്ങനെ ചില സംഭവങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ശരിക്കും പറയാം. കാര്യം ഒരുപാട് പേരുടെ, എനിക്ക് തോന്നുന്നു ആൺകുട്ടികളായിരിക്കും അതിൽ ഏറ്റവും കൂടുതൽ. അല്ല, പെൺകുട്ടികൾക്കും ഉണ്ട് ഈ പാവാട എന്നൊക്കെ പറയുന്ന കുട്ടി പാവാടയും ഈ അവർക്ക് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കെങ്കിലും അവരുടെ ഒരു രീതിക്കനുസരിച്ച് അവരെ മാറ്റാൻ അവരുടെ ഇഷ്ടമല്ല, കുറെ നിബന്ധനകൾ അവർക്ക് കൊടുക്കും. അവർക്ക് ചിലപ്പം ഈ പറഞ്ഞതുപോലെ ചെറിയ മുട്ടറ്റം വരെയുള്ള പാവാട എടുക്കണം എന്നായിരിക്കും താല്പര്യം. പക്ഷെ അതൊന്നും അന്ന് സംഭവിക്കത്തില്ല. ഫുൾ പാവാട എന്നൊക്കെ പറഞ്ഞു. അല്ല, നമ്മുടെ പൊതുവേലുള്ള നിക്കറ് അവരുടെ പാവാടയുടെ നടുക്കൊരു വീന്നടിക്കുന്ന പോലെ നൂലുകൊണ്ട് ഇങ്ങനെ തയ്ക്കത്തില്ല, രണ്ട് സൈഡിൽ തയ്ക്കുന്ന പോലുള്ള ഒരു സംഗതിയാണ്. അതെ അതെ. അപ്പൊ തല തിരിച്ചിട്ട വീയും അല്ലാതെ വെച്ച ഏയും അങ്ങനെ തയ്ക്കുന്ന സിബൊക്കെ ഇറങ്ങിയ സമയത്ത് അത് പിടിച്ചിടുമ്പോ ഉണ്ടായ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് തമ്മിൽ മേളിലോട്ട് ഇങ്ങനെ ക്ലിപ്പ് പിടിക്കുമ്പോ അത് ചേർന്ന് വരുന്നത് കാണാൻ. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ, സിബിന്റെ കാര്യം ഓർമ്മിപ്പിക്കല്ലേ പൊന്നോ. കാര്യം ഇതിനെ അകത്തിടാമെല്ലാം വേണ്ട. അതെ അതെ അതെ, ഉള്ളതൊക്കെ പുറത്തിട്ട് ഒരു പരുവത്തിന് ഓടിച്ചോണ്ട് നടക്കുക. അപ്പൊ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഈ തയ്യൽ കട. പിന്നെ അതുപോലെ തന്നെ ഈ തയ്യൽ കടകളിൽ നിന്ന് പത്രം, പിന്നെ മിക്ക തയ്യൽക്കടക്കാരും ഈ ഞാനാടെയും വെള്ളിയ ക്ഷേത്രത്തിന്റെ ആളുകളാണ്. മനസ്സിലായില്ലേ? അവിടെ കടകളിലെല്ലാം ഒന്നെങ്കിൽ ഭിത്തിക്ക് അതിന്റെ നടുവിലുള്ള പടം, ഭീമ ചേച്ചിയുടെ, മമ്മൂട്ടിയുടെ, അമിതാഭ് ബച്ചന്റെ ഒക്കെ പടങ്ങൾ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ പത്രം സംഗതികൾ, പിന്നെ അവിടെ രാഷ്ട്രീയം ഉണ്ടായിരുന്നു, ഈ ഒരുപാട് ചർച്ചകൾക്കുള്ള സ്ഥലങ്ങളായിട്ടുള്ള. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓർമ്മകളും അനുഭവങ്ങളും ഈ തയ്യക്കടക്കാരുമായിട്ട്. അങ്ങനെ രാഷ്ട്രീയ ചർച്ചകൾക്കിടയിൽ ആവേശം മൂത്ത് ഷർട്ടിന് വെട്ടേണ്ടത് നിക്കറിന് വെട്ടി. അതൊക്കെ ഈ അടുത്ത സമയത്ത് ഏതോ ദിലീപിന്റെ പടത്തിൽ ഈ തുണി വരച്ച് തിളക്കം തന്നെ. ഞാനിങ്ങനെ ഇരുന്ന് രാത്രി കോമഡി കണ്ടിട്ട്, ഈ രാത്രി ഒരു നല്ല അഡ്വൈസ് ഉണ്ട്. എന്താ പറയുക, ഈ രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പേ മനുഷ്യരൊക്കെയും ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ചിരിക്കാൻ പറ്റുന്ന നല്ല ഏതെങ്കിലും സിനിമയുടെ കോമഡിയോ അല്ലെങ്കിൽ ആ സിറ്റുവേഷനോ മൊബൈലിൽ സേവ് ചെയ്ത് അത് കണ്ട് കുറെ നേരം ചിരിച്ചിട്ട് ഉറങ്ങുക എന്ന് പറയുന്നത് രാത്രി ഉറക്കത്തിൽ ഈ മോട്ടോർ നെർവസ് സിസ്റ്റം എന്നൊക്കെ പറയുന്ന ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന സംഗതി. അല്ല വലിയ പിരിമുറുക്കവും കടവും ബാധ്യതയും മരിക്കുന്നതും ഒക്കെ ഓർത്തുകൊണ്ട് ഉറങ്ങുന്നതിനേക്കാൾ നല്ലത് ഇത്തരം ഒരു വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഉറങ്ങുന്നത് നല്ലത്. അതിനുവേണ്ടി സേവ് ചെയ്ത് വെച്ചേക്കുന്ന വീഡിയോകളിൽ ചിലതാണ് ഈ തിളക്കത്തിലെ ഈ എന്താ പറയുക തുണി വെട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു സിനിമ ഉണ്ടല്ലോ, ഫഹദ് ഫാസിലിന്റെ ഈ എന്താ പറയുന്ന പടം മറന്നുപോയി, പൊതുപ്രവർത്തകനായിട്ട് ഒരു പാട്ട്, അതും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ ഇന്നസെന്റ് ഇന്ത്യൻ പ്രണയ കഥ, അതിലെ സിനിമയാണ്. അപ്പൊ അന്നേരം അതുപോലെയുള്ള ചില സംഗതികൾ കണ്ടിട്ടുറങ്ങുന്ന പോലെ. അപ്പൊ ഈ തയ്യക്കട അല്ലെങ്കിൽ തയ്യലുമായി ബന്ധപ്പെട്ട മേഖലകൾ, ബാർബർ ഷോപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു കാലത്തെ മനുഷ്യരുടെ സ്വാതന്ത്ര്യം ഹനിച്ചിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനികളായിരുന്നു. അപ്പൊ അതിന്റെ ശരിക്കും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് യാതൊരു അധികാരം ഇല്ലായിരുന്നിട്ട് പോലും ഇവർ അത്തരത്തിലുള്ള നടപടികളാണ് ചില ബാല്യങ്ങളോട് കാണിച്ചിരുന്നത്. പിന്നെ എല്ലാ വീടുകളിലും ഇവര് സ്വാതന്ത്ര്യവും വലിയ അതിക്രമവും ഒക്കെ പ്രവർത്തിച്ചിരുന്നു. അത് മാത്രമല്ല അവരൊക്കെ പാവങ്ങള്, ഈ പറഞ്ഞാണ് അവന് വെറും പാവങ്ങൾ, സാധുക്കള്. നമുക്കങ്ങനെ പറയുന്നെങ്കിൽ ഈ പറഞ്ഞതുപോലെ കുറ്റപ്പെടുത്തലല്ല, അതിന്റെ ഒരു കാലഘട്ടത്തില് നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്, അത്രയേ ഉള്ളൂ, അല്ലാതൊന്നുമല്ല. ഹലോ, പറയൂ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഒരു വീട്ടിൽ 3-4 പേരൊക്കെ കാണും.
അപ്പൊ എല്ലാവരുടെയൊക്കെ മുടി വെട്ടിയത് തെളിച്ചെടുക്കണമെങ്കിൽ ഒരു വലിയ ഭാരിച്ച ചെലവാ. അപ്പൊ അതുകൊണ്ട് ഈ കൊണ്ടുവരുന്ന സമയത്ത് പറയും അവനെ അങ്ങ് പച്ച അടിച്ചേരെ, കാരണം ഇത് കിളിപ്പി ഇച്ചിരി താമസം എടുത്തോട്ടോ ചെല്ലിയ നമ്മള് സൈഡിൽ എടുത്താൽ മതി, ഫ്രണ്ടിൽ ഇച്ചിരി മുടി വെട്ടിയേരെന്നൊക്കെ പറയുമ്പം വെട്ടുകാരനും അറിയാം അതായത് മെനക്കേടാ. പിന്നെ അടുത്ത വെട്ടിച്ചോട്ട് കൊണ്ടുവരത്തില്ല, വേറെ കൊണ്ടെങ്കിലും കൊണ്ടുപോകാൻ. പക്ഷേ റജിലാലെ ഇത് പറയുമ്പോ വെറും നൂല് പോലുള്ള മീശ വളരെ സാഹസികമായി വലിയ ആളുകൾക്ക് ഇവര് വെച്ചു കൊടുക്കുമായിരുന്നു. അതെ അതെ. നമ്മുടെ ഈ മുടി വെട്ടാൻ ഇത്രയും പൂട്ടുമിഷ്യൻ പോലുള്ള മിഷൻ തലയിലിട്ട് ഓടിക്കുന്ന ഇവര് ഈ നമ്മുടെ വാപ്പമാർക്കും അച്ഛന്മാർക്കും ഒക്കെ വെറും നൂല് പോലത്തെ ഒരു വരി മീശ വളരെ ചെറുതായിട്ട് വെട്ടി അവിടെ നിർത്തി കൊടുക്കുമായിരുന്നു. ഇപ്പൊ ഈ ഗാർഡൻ വൃത്തിയാക്കുന്നവർക്ക് പോലും അത്രയും ഭംഗിയായിട്ട് വെട്ടാൻ അറിഞ്ഞു. അതും ബ്ലേഡ് ഇല്ലാത്ത കാലഘട്ടത്തിൽ. ഈർക്കലി മീശ, അതും ബ്ലേഡ് ഇല്ലാത്ത കാലഘട്ടത്തിൽ. അപ്പൊ അത് നമ്മുടെ അടുത്ത് കാണിച്ച ഒരു കുരുത്തക്കേടല്ലേ ഒരു സത്യം പറഞ്ഞ? ഈ പറയുന്ന പാടൊന്നും അല്ലേ സത്യം പറഞ്ഞ? അവരൊന്ന് തുമ്മിപ്പോയ ആ മീശ മൊത്തം അങ്ങ് താഴെ പോകും. അന്നത്തെ പ്രമാണിമാരാന്ന് ഇവരെ കൈവെക്കുകയും ചെയ്യും വേണോ, എന്നിട്ടും ഇവര് ശ്വാസം പിടിച്ച് ചെയ്തു കൊടുക്കും. അപ്പം നമ്മുടെ മുടി ഇച്ചിരി മര്യാദക്ക് വെട്ടായിരുന്നു ഇവർക്ക്. അല്ല, അതിന് കാരണം ഇപ്പൊ രജിലാലേട്ടൻ പറഞ്ഞ സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ 5-6 അംഗങ്ങൾ ഉണ്ടെങ്കിൽ വീട്ടുകാർക്ക് ഈ മുടി പെട്ടെന്ന് വളരുന്ന അങ്ങനൊന്നും അല്ല. ഇപ്പോഴൊക്കെ ഉള്ള പോലെ തന്നെ സുഖക്കേട് അന്നുള്ള ആളുകൾക്കുണ്ട്. അതെ, ഇപ്പൊ ആഴ്ചയിലും വെട്ടുവാന്ന്. ഇപ്പൊ എന്നെ ഇരുത്തിക്കൊണ്ടാണ് എന്റെ മോൻ പറയുന്നത് ഈ വെട്ടുന്ന ആളിനോട് ബോക്സ്. ഞാൻ ചോദിച്ചു എന്തോടാ അവിടെ ബോക്സ്, ഇത് മുടി വെട്ടുന്ന കടയില്ല. അല്ല, അതൊരു സ്റ്റൈലാന്ന് ഇപ്പൊ ഈ വെട്ടുന്ന ആള് പറയുന്നത്. ഞാൻ പറഞ്ഞു വേണ്ട, കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞു മതി, ഞങ്ങളും ഒക്കെ വെട്ടിയവരൊക്കെ ഞങ്ങളൊക്കെ അങ്ങ് മരിക്കട്ടെ, മരിച്ചിട്ട് പിന്നെ നീ വെട്ട്. ഞാനും ആ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഞാൻ ഈ 3 എണ്ണത്തിന് വെട്ടിക്കുന്നത് ഇവന്മാർ ബോക്സ് മറ്റേതൊക്കെ പറയുമ്പോൾ ഞാൻ പഴയ ശീലം കാണിക്കും. നമുക്ക് കിട്ടിയ പണി തിരിച്ചു കൊടുക്കും. ഞാൻ പറയാം അങ്ങനെ അങ്ങ് സൂഹിക്കണ്ട, സാധാരണ വെട്ടിയാൽ മതി. അവൻ ദിവസം പറയുന്നത് ബോക്സ്, അപ്പൊ മറ്റവൻ ചോദിക്കുന്നത് പട്ടാളം വെട്ടട്ടെ. ഓക്കെ, സന്തോഷം. സന്തോഷം രജിലാലെ, വളരെ സന്തോഷം. ചർച്ചയിൽ പങ്കെടുത്തതിലും അഭിപ്രായം രേഖപ്പെടുത്തിയതിലും വളരെ സന്തോഷം. അപ്പം പറയൂ. നമസ്കാരം. ഞങ്ങളെ കൊണ്ടുപോകുന്ന സാറേ 2 വർഷം 1.5 വർഷം കൂടുമ്പോ ഒരു തുണി എടുത്തു തരുന്നതാ ഞങ്ങൾക്ക്. അന്നെല്ലാം ഞങ്ങള് തിരുവോണം പോലും ആ വർഷം ഉണ്ടാകത്തില്ല. കാരണം നാളകത്ത് കിടക്കുന്നത് പോലെ പഴയ കരോട്ട് മുക്കുണ്ടല്ലോ സാറേ, ഇപ്പുറത്തൂടെ ഉള്ള ആ റോഡിന്റെ അടുത്ത് ഒരു രവി എന്ന് പറയുന്ന പയ്യക്കടയുണ്ട് സാറേ. എന്റെ പോലെ തിരുവോണം അവിടെ കണ്ണുനീരാ. ഞാൻ തന്നെ ഞങ്ങള് ഒരു അംഗൻവാടിക്കുള്ള പിള്ളേരുണ്ട് സാറേ. ഞങ്ങള് ആകളെയും പെങ്ങന്മാരും എല്ലാം കൂടെ അതേപോലെ പോയിരിക്കും ഈ തയ്ച്ചത് വാങ്ങാൻ വേണ്ടി. സാറിന്ന് രാവിലെ ഒരു ഓർമ്മ പറഞ്ഞപ്പോ എന്റെ മനസ്സ് പൊടിഞ്ഞു. ഞങ്ങളൊരു കോടി വസ്ത്രമൊക്കെ കണ്ടപ്പോ ചിലപ്പം ഉള്ള പിള്ളേർ പോലെ ഉണ്ടായപ്പോ ഒരാളിൽ ഇത്തിരി ഒരുവിധം ഭേദമുള്ളതുണ്ടെങ്കിൽ അടുത്ത ആളിന് മോൻ ഒന്ന് വേണ്ട, അല്ലെ മോക്ക് ഈ വർഷം വേണ്ട, അടുത്ത വർഷം എടുക്കാം, അല്ലെ പള്ളിക്കൂടം തുറപ്പിലെടുക്കാം. ഇങ്ങനെയൊക്കെ ആഘോഷിപ്പിച്ച് കിട്ടുന്നത് ഞങ്ങൾ തിരുവോണം പോലും ഈ തയ്യക്കടക്കാര് ഉണ്ടിച്ചിട്ടില്ല. പിന്നെ സന്തോഷം. സന്തോഷം വിളിച്ചത് സന്തോഷം. ഹലോ, പറഞ്ഞോട്ടെ അമ്പൂരി സാറേ. അല്ല, ആക്രമിക്കല്ല, ഞങ്ങള് ഭൂതകാലത്തിലെ പിഞ്ചി പിഞ്ചിപ്പോയ സ്വപ്നങ്ങൾ അയവിറക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്വല്പം അയവിറക്കാനുണ്ട്. 1964 ഒരു ബാർബർ ഷോപ്പ് സീന്. 1962 ചൈനീസ് അഗ്രഷൻ ശേഷം ആയിരക്കണക്കിന് യുവാക്കളെ മിലിറ്ററിയിൽ എടുക്കുന്ന കൂട്ടത്തിൽ ഞാനും കോളേജിലെ വിദ്യാഭ്യാസമൊക്കെ ഇട്ട് സർക്കാർ ജോലി ആയെന്നും പറഞ്ഞ് ഓടി കയറി എയർഫോഴ്സ് ചെന്നപ്പോൾ ആദ്യത്തെ റിസപ്ഷൻ പറയാമല്ലോ. അവിടെ കഴിഞ്ഞപ്പോ എല്ലാവരോടും പറഞ്ഞു, എല്ലാരും ഒരു 35 പൈസ വീതം പോക്കറ്റ് ഇട്ടുകൊണ്ട് പതുക്കെ ഞങ്ങളുടെ കൂടെ കൊണ്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് ബാർബർ ഷോപ്പിലോട്ട് കൊണ്ടുപോയി ഞങ്ങളെ. അവിടെ ഭയങ്കര തിരക്ക്, ആളുകൾ ഇങ്ങനെ ക്യൂ നിന്ന് വെട്ടിക്കുക. അവിടുത്തെ അത് കഴിഞ്ഞാൽ മഴവെള്ള വെട്ടല്ല,
മയവെള്ള വെട്ടല്ല. തലമുടി പുറത്ത് കാണാൻ പാടില്ല. ഭൂതക്കണ്ണാടി കൂടെ നോക്കിയാൽ പോലും തലമുടി കാണുന്നു. തലമുടി കാണാത്ത പോലെ അങ്ങ് വെട്ടും. പക്ഷെ എനിക്ക് വലിയ പ്രശ്നമില്ല. ഞാനൊരു മിതവാദി ആയതുകൊണ്ട് വലിയ ഫാഷൻ പ്രേമി അല്ലാഞ്ഞുകൊണ്ട് എനിക്ക് ദുഃഖം ഉണ്ടായില്ല. പക്ഷെ ദുഃഖം ഉണ്ടായത് വേറെ ചിലർക്കാണ്. പോലെ തലമുടി വളർത്തി വരും. രസശരീരനായ MD സോമനെ പോലെ സൈഡ് ലോക്ക് വെച്ചവരുടെ കരഞ്ഞു. ഇങ്ങനെ ഒഴുകുന്ന ഞങ്ങൾ കണ്ടു. ഭീകരമായ ഹെയർ കട്ട്. ഇത് ലോകത്ത് എവിടെ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ല സാറിത് പറയുന്നെങ്കിൽ അന്നത്തെ 1960 കട്ട് പിന്നെ പല ഘട്ടങ്ങളിലും ആവർത്തിച്ച് വരുന്നുണ്ട്. അതുണ്ട്. പക്ഷെ എങ്കിൽ ഭീകരമാണ്. കണ്ണീര് പറയാൻ ഒഴി MD സോമന്മാരുടെ. തീർച്ചയായിട്ടും വളരെ ഓക്കെ, ശരി. വളരെ സന്തോഷം. ചർച്ചയിലെ ഒരു കാലഘട്ടത്തിന്റെ അനുഭവമാണ് നമ്പൂരി സാർ പറഞ്ഞ 1960 മുടിവെട്ടിന്റെ. പക്ഷെ ഈ 60 മുടിവെട്ടാണ് 2015 മോഡേൺ സ്റ്റൈലായിട്ട് ഇപ്പൊ മാറിയിരിക്കുന്നത്. നമസ്കാരം. എല്ലാവരും ഉണ്ടായ ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് പറയുന്നത്. അത് സ്വാഭാവികമായിട്ട് ബാല്യകാലത്തിലൊക്കെ ഒത്തിരി അനുഭവിച്ചിട്ടില്ല. കാരണം എനിക്ക് ഏറ്റവും വലിയ വിഷമം ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസ് ബട്ടണുകൾ ഇറങ്ങിയ സമയത്ത് ഭയങ്കര ആഗ്രഹത്തില് ഫുൾ കൈ ഷർട്ടും വേണം പ്രസ് ബട്ടണും വേണം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരുന്നു. പർപ്പസ്ഫുള്ളി പുള്ളി അത് ചെയ്തു തന്നില്ല. ഒരു ക്രൂര വിനോദം. നമ്മളീ അത് എന്റെ ഒരു ചെറിയ ഗൾഫിൽ നിന്ന് കൊണ്ട് തന്ന ഒരു തുണിയായിരുന്നു. അദ്ദേഹത്തിന്റെ കൊണ്ട് കൊടുത്തിരുന്നു. കൊടുത്ത് വലിയ കാര്യത്തിലൊക്കെ പറഞ്ഞതാണ്. എല്ലാം ശരി, എല്ലാം രേഖ തരാന്ന് പറഞ്ഞു. നീണ്ട കാത്തിരിപ്പിന് ശേഷം ചെല്ലുമ്പോ സാധാ ബട്ടണും പിടിപ്പിച്ചു, ഹാഫ് കൈയും തയ്ച്ച് തന്നു. ഈ ആ പ്രസ് ബട്ടണിനകത്ത് തന്നെ ആ ബട്ടൺസിന്റെ അവിടെ നല്ല ഗ്ലെയർ ഉള്ള ഒരു സാധനവും ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ സ്റ്റീല് പോലെ ഇരിക്കും, പക്ഷെ പിന്നെ അതിനകത്ത് തിളക്കം വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അതുപോലെ ഒപ്പം തന്നെ അതിനുശേഷം കാലങ്ങൾ മാറി. അല്ല അന്ന് പ്രകാശന് എത്ര ഇച്ചിരി തടി ഉണ്ടായിരുന്നു? ഇല്ലില്ല. എന്നാ കുഴപ്പമില്ല. അല്ലെങ്കിൽ പ്രസ് ബട്ടൺ ടപ്പ് ഒന്ന് പൊട്ടിപ്പോവും വയറ്. നമ്മളെ ഇങ്ങനെ പലതും ഇങ്ങനെ വലിച്ച് ഊരുന്ന ഒരു സ്റ്റൈല് ആ സിനിമയിലൊക്കെ നമ്മുടെ റഹ്മാനൊക്കെ. അതെ. അതിനുശേഷം പിന്നീട് നമ്മളീ പടവടോ എന്നുള്ള സൗണ്ട് കേൾക്കുന്ന അടി കൊള്ളുമ്പോഴേ, ഇത് പൊട്ടുമ്പോഴല്ല. പറ. ഇപ്പൊ ഉള്ള ഒരു സുഹൃത്തുണ്ട്, ക്ലാസ്സിലുള്ള ചന്ദ്രൻ എന്നാണ് പറയുന്നത്. ടൈലറാണ്, ചണ്ടക്കാരനും കൂടാണ്. പക്ഷെ മനോഹരമായിട്ട് തയ്ച്ചു തരും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനിണങ്ങുന്ന രീതിയിൽ. ചന്ദ്രൻ നേരിട്ട് നമ്മുടെ അളവെടുക്കണമെന്നൊന്നുമില്ല. ചന്ദ്രനോട് ഫോണിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വേണ്ടത് തുണി കൊണ്ട് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം ചന്ദ്രന് ചിലപ്പോ അറിയാവുന്നോണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. ആളുകൾ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ തിളക്കത്തിലെ പോലെ ആയി പോകും ചിലപ്പോ. ഇത് കൃത്യമായിട്ട്, അതായത് നമ്മൾക്ക് കറക്റ്റ് ഫിറ്റ് ആകുന്ന രീതിയിൽ നമ്മുടെ ആകാര സൗഷ്ഠവത്തിന് മനോഹരമായ രീതിയിൽ ഇണങ്ങുന്ന രീതിയിൽ തയ്ച്ചു തരുന്ന ചന്ദ്രൻ. എനിക്ക് എന്റെ ഒരു സുഹൃത്താണ്, വളരെ നല്ല രീതിയിൽ ചെയ്തു തരുന്നതാണ്. പക്ഷെ അതുപോലെ ഒരിക്കൽ പോലും താമസിപ്പിക്കത്തുമില്ല. അത് എന്നോട് മാത്രമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ ഇതുവരെ ഇത്ര സമയത്ത് തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യസമയത്ത് അല്ല ഇപ്പൊക്കെ എല്ലാരും ഒക്കെ കൃത്യസമയത്ത് തരും. ഇപ്പൊ പണ്ടത്തെ പോലുള്ള ഒരു റേഷൻ കടക്കാരിയിരിക്കുന്ന കണ്ടിട്ടില്ലേ പണ്ടിരുന്നേ? അങ്ങനെ ഇപ്പൊ കാലം ഒത്തിരി മാറിയോണ്ട് അവര് തരും പെട്ടെന്ന്. ഇപ്പം പണ്ടത്തെ പോലുള്ള ഡിമാൻഡ് ഇല്ല. അത് പറയണം നമ്മൾ ഈ കാര്യം പറഞ്ഞു വന്നപ്പോ അതും ഇതിനകത്ത് വേണ്ടപ്പെട്ട സാധനം ഏതാണ്? ഈ റേഷൻ കട. അത് വേറെ ഒരു ദിവസം പറയാം. ഈ ശനിയാഴ്ച കൊണ്ടുവന്ന് കാർഡും വെച്ചിട്ട് ഞാൻ റേഷൻ കട പറഞ്ഞു അങ്ങനെയല്ല. അതിന് വേറൊരു മൂഡും വേറൊരു അവസരവും ഉണ്ട്. അത് എന്റെ വാപ്പ നടത്തിയിരുന്ന, വർഷങ്ങളോളം നടത്തിയിരുന്ന, ഞാനും അവിടെ പണി ചെയ്തിട്ടുള്ള ഒരു കടയാണ് റേഷൻ കട എന്ന് പറയുന്നത്. അതിപ്പം ഈ തയ്യക്കടയ്ക്കകത്തും തുണിക്കടയ്ക്കകത്തും നിങ്ങളുടെ ഒരു താല്പര്യത്തിന് വേണ്ടി വളരെ പെട്ടെന്ന് കൊണ്ടുവന്ന് തിരികെ അത് വേറൊരു ദിവസം അതിനെക്കുറിച്ച് ആ മൂഡിൽ അതും പീഡിപ്പിക്കപ്പെടില്ല. ആ മൂഡിൽ റേഷൻ കടയുടെ ഞാനൊക്കെ ചെന്നിട്ട് എന്തെങ്കിലും ചോദിച്ചാ പറയും വന്നില്ല നോക്കാം അടുത്ത എന്നെങ്കിൽ അപ്പുറത്തുള്ള വേറെ ആരെങ്കിലും ചോദിച്ചാൽ, അതാരെങ്കിലും സ്ത്രീകൾ ചോദിച്ചാൽ ഉടനെ ഇതെല്ലാം കൃത്യമായിട്ട് കൊടുക്കും. അല്ല അങ്ങനല്ല. അതിനകത്തൊരു കാര്യമുള്ളത്, ഈ റേഷൻ കടയും മുടിവെട്ടുന്നതിനും ടൈലർമാർക്കും ഒക്കെ ആകെ അവർക്ക് ജീവിതത്തിൽ ഇച്ചിരി ആനന്ദം കിട്ടിയിട്ടുള്ളത് ഈ ആളുകളെ ഇട്ട് വലയ്ക്കുന്നതിലേ ഉള്ളൂ. അല്ല വേറൊരു സാമ്പത്തിക ലാഭവും അല്ല. ഞാൻ പറഞ്ഞ അവർക്ക് 3 പേർക്കും കിട്ടിയിട്ടില്ല. ഇപ്പൊ സ്വർണ്ണക്കടക്കാരനോ വേറെ എന്തെങ്കിലും കടക്കാരനോ നിങ്ങളോട് എത്ര വിനയം കാണിച്ചാലും കുഴപ്പമില്ല, അവനെന്തെങ്കിലും പ്രയോജനമുണ്ട്. ഇവരെന്തോ വിനയം കാണിച്ചാലും ഇവർക്ക് ഇത്രയ്ക്ക് ഉള്ളൂ. അതുകൊണ്ട് എന്നാ പിന്നെ ഒന്ന് പീഡിപ്പിച്ച് കളയാ അങ്ങനെ ഒരു തീരുമാനം.